ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂലൈൻ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ. ഓക്കെ, ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ എന്ന് പറയുന്നത് ഒരു ബോട്ടം അപ്പ് പാസർ ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. നമ്മൾ ബോട്ടം അപ്പ് പാസറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അവിടെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. ടോപ്പ് ഡൗൺ പാസർ ആണെങ്കിൽ അവിടെ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അതായത് ടോപ്പ് ഡൗൺ പാസറിന്റെ കേസിൽ നമ്മൾ നമ്മുടെ സ്റ്റാർട്ട് സിമ്പിളിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ സ്ട്രിങ്ങിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ബോട്ടം അപ്പ് പാസർ ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്ട്രിങ്ങിൽ നിന്നാണ്, എന്നിട്ട് നമ്മൾ എവിടേക്കാണ് റീച്ച് ചെയ്യുക? നമ്മൾ നമ്മുടെ സ്റ്റാർട്ട് സിമ്പിളിലേക്കാണ് റീച്ച് ചെയ്യുന്നത്. അതിനെ നമ്മൾ റിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബോട്ടം അപ്പ് പാസർ ആണ്. അവിടെ നമ്മൾ റിഡക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു ഗ്രാമർ നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഇതിനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഗ്രാമർ കിട്ടി. ഇതാണ് നമ്മുടെ ഗ്രാമർ തന്നിരിക്കുന്നത്. ഗ്രാമർ പ്രൊഡക്ഷൻ റൂൾസ് ആണ് ഇത് തന്നിരിക്കുന്നത്. നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുന്നത് ഇതാണ്, ABB CD എന്നുള്ളതാണ് ഇൻപുട്ട് സ്ട്രിങ് വരുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്? ABB CDE ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിനെ എങ്ങനെയാ റെഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബി നോക്കിയേ, ഈ സ്മോൾ ലെറ്റർ ബി നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. കാരണം ഈ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള നോൺ ടെർമിനൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ബി എ നമുക്ക് റീപ്ലേസ് ചെയ്താൽ കണ്ടോ, ഇവിടെ A tends to B എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ റൂൾ ഉണ്ട്. അങ്ങനെയാണ് ഈ ബി എ നമുക്ക് എ വെച്ച് റീപ്ലേസ് ചെയ്യാം, ക്യാപിറ്റൽ എ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? എ സ്മോൾ ലെറ്റർ എ വരും, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ എ വരും, പിന്നെ BCDE, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നമുക്ക് നോക്കിയാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇവിടെ AB എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട് അല്ലെ, AB, റൈറ്റ്. അപ്പൊ ഈ എ ബി നോക്കിയേ, ഈ എ ബിയെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഈ എ ബിയെ നമുക്ക് വീണ്ടും A tends to AB എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എ ബിയെ നമുക്ക് ക്യാപിറ്റൽ എ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സ്മോൾ ലെറ്റർ അവിടെ ഓൾറെഡി ഉണ്ട്. ഈ എ ബിയെ നമ്മൾ ക്യാപിറ്റൽ എ വെച്ച് റെഡ്യൂസ് ചെയ്തു. പിന്നെ CDE ഉണ്ട്. ഓക്കെ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ചെല്ലേണ്ടത് ആ എസിലേക്കാണ്, ക്യാപിറ്റൽ ലെറ്റർ എസിലേക്ക്. അതാണ് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ. അവിടേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. റെഡ്യൂസ് ചെയ്ത് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഇനി നമ്മൾ നോക്കിയാൽ ഇവിടെ സ്മോൾ ലെറ്റർ ഡി ഉണ്ട് അല്ലെ. സ്മോൾ ലെറ്റർ ഡി യെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഈ സ്മോൾ ലെറ്റർ ഡി യെ നമുക്ക് ബി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റത്തെ പ്രൊഡക്ഷൻ റൂൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ഉണ്ട്, ക്യാപിറ്റൽ എ, പിന്നെ നമുക്ക് സി ഉണ്ട്, പിന്നെ ഡി എ നമ്മൾ എങ്ങനെ മാറ്റുന്നത്? ഡി എ നമ്മൾ ക്യാപിറ്റൽ ബി വെച്ചിട്ട് നമ്മൾ മാറ്റി. പിന്നെ എന്തുണ്ട്? നമ്മുടെ ഇ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടി? ആക്ച്വലി AACBE എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് നോക്കിയാൽ എന്താ? ഇതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇതാണ് നമ്മുടെ എസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എസിലേക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ എസ്. ഫൈനലി നമുക്ക് നമ്മുടെ എസ് കിട്ടി. കാരണം S tends to എന്താണ്? S tends to AACBE എന്നല്ലേ. കണ്ടോ, അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. സ്മോൾ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ എ, പിന്നെ സി ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ബി ഉണ്ട്, ഇ ഉണ്ട്. കണ്ടോ, അപ്പൊ അതെന്താണ്? അത് ആക്ച്വലി എന്താണ്? അത് S tends to ആണ് അല്ലെ, അതായത് എസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എസിലേക്ക് റെഡ്യൂസ് ചെയ്തു. അതായത് ഇതാണ് നമ്മുടെ റിഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക? ആക്ച്വലി റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പ്രൊഡക്ഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഈ റിഡക്ഷൻ ആണ് നമ്മുടെ ബോട്ടം ഓഫ് പാസിങ്ങിനകത്ത് നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫൈനലി എവിടെയാ റീച്ച് ചെയ്യുക? നമ്മൾ ഫൈനലി റീച്ച് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിളിലേക്കാണ്. നമ്മുടെ ഗ്രാമറിന്റെ സ്റ്റാർട്ട് സിമ്പിളിലേക്കാണ് നമ്മൾ റീച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. ഇനി ഈ നമ്മുടെ ബോട്ടം പാസിംഗ് എടുത്ത് നോക്കിയാൽ നമ്മളിപ്പോൾ പറയുന്നത് ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് ആണ് അല്ലെ. ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗിലെ മെയിൻ ആയിട്ട് രണ്ട് ആൾക്കാരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഷിഫ്റ്റും ചെയ്യുന്നുണ്ട്, റെഡ്യൂസും ചെയ്യുന്നുണ്ട്. റിഡക്ഷൻ നമ്മൾ ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് റിഡക്ഷൻ എന്നുള്ളത് അല്ലെ. അതിനാണ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ഷിഫ്റ്റും ചെയ്യുന്നുണ്ട്, റെഡ്യൂസും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ അതാണ് ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ എന്ന് പറയുന്നത്. അപ്പൊ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ്? നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സ്റ്റാക്കിനെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഇൻപുട്ട് ബഫറും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാക്കും യൂസ് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് ബഫറും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ ക്രിയേറ്റ് ചെയ്യുന്നത്.
നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിലേക്ക് ഒരു ഡോളർ സിമ്പിളിനെ കണ്ടോ, ഈ ഡോളർ സിമ്പിളിനെ സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യുക, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഡോളർ സിമ്പിളിനെ പുഷ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിന്റെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡോളർ കൊടുക്കണം. ലാസ്റ്റ് നമ്മൾ ഡോളർ കൊടുക്കണം. ഓക്കെ, അതാണ് ഇത് അതായത് ഇൻപുട്ട് നമ്മുടെ ടെർമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇൻപുട്ട് തീർന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഒരു ഡോളർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഡോളർ കാണുമ്പോഴത്തേക്കിനും മനസ്സിലാവും നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് തീർന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം സ്റ്റാക്കിലേക്ക് ഒരു ഡോളറിനെ പുഷ് ചെയ്യണം, പിന്നെ ഇൻപുട്ട് സിമ്പിളിന്റെ ലാസ്റ്റ് നമ്മൾ ഡോളറിനെ നമ്മൾ കൊണ്ടു കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സിമ്പിളിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഈ ഐഡിയ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാന്ന് വിചാരിക്കാണ്ടോ, ഐഡിയ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, കണ്ടോ, ഐഡിയ ഞാൻ പുഷ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഐ ഡി എന്നുള്ളത് ഹാൻഡിൽ ആണോ എന്ന് നോക്കണം. ഓക്കെ, ഹാൻഡിൽ എന്താന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മുമ്പത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഹാൻഡിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്നുകൂടെ ഒന്ന് നോക്കുക എന്താ ഹാൻഡിൽ എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഐ ഡി എന്നുള്ളത് ഹാൻഡിൽ ആണെങ്കിൽ, ഓക്കെ, അപ്പൊ ഈ പറയുന്ന നമ്മൾ ഷിഫ്റ്റ് ചെയ്ത ആ പറയുന്ന ടെർമിനൽ സിമ്പിൾ എന്ന് പറയുന്നത് ഹാൻഡിൽ ആണെങ്കിൽ നമ്മൾ അതിനെ കറസ്പോണ്ടിങ് നോൺ ടെർമിനൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അതായത് അതിന്റെ ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് ആ പ്രൊഡക്ഷൻ റൂളിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഷിഫ്റ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഹാൻഡിൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടെർമിനൽ സിമ്പിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോൺ ടെർമിനൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് ആക്ഷൻസ് പറയും. മെയിൻ ആയിട്ട് 4 ടൈപ്പ് ആക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് ആക്ഷൻ ആണ് നമ്മുടെ ഷിഫ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഇൻപുട്ട് സിമ്പിളിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നതിനാണ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്യുക. ഓക്കെ, ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ റെഡ്യൂസ് ആക്ഷൻ ആണ് ചെയ്യേണ്ടത്. റെഡ്യൂസ് ആക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ചെയ്യേണ്ടത്, അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത ആ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ഹാൻഡിലാണോ നോക്കണം. അത് ഹാൻഡിലാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ പ്രൊഡക്ഷൻ റൂളിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അതാണ് റെഡ്യൂസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി റെഡ്യൂസ് ആക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്ത് പോകുമ്പോഴത്തേക്കിനും എന്താണ്, നമുക്ക് ലാസ്റ്റ് ചിലപ്പോൾ അക്സെപ്റ്റ് ആക്ഷൻ വരും. ഓക്കെ, അപ്പൊ അക്സെപ്റ്റ് ആക്ഷൻ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്റ്റാക്കിനകത്ത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് എന്താണ്, നമുക്ക് സ്റ്റാക്കിന്റെ ടോപ്പിൽ ഒരു ഡോളറും പിന്നെ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിന്റെ ലാസ്റ്റ് ഡോളർ, അതായത് സ്റ്റാക്കിനകത്തും ഡോളർ മാത്രമേ കാണാവുള്ളൂ, ഇൻപുട്ട് സ്ട്രിങ്ങിന്റെ ലാസ്റ്റും ഡോളർ മാത്രമേ കാണാവുള്ളൂ. അപ്പൊ രണ്ടിടത്തും ഡോളർ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഇതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മുടെ ആ സ്ട്രിങ്ങിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇതാണ് അക്സെപ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ചിലപ്പം എറർ വരാം. സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം എറർ അവിടെ പോസിബിൾ ആണ് അല്ലെ. അപ്പൊ എറർ ആക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ എറർ വരുവാണെങ്കിൽ എന്തെങ്കിലും ഒരു സിന്റാക്സ് എറർ, നമ്മുടെ പാഴ്സർ ആണല്ലോ ഇതെല്ലാം, പാഴ്സറിനകത്ത് വരുന്നതല്ലേ. പാഴ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്, സിന്റാക്സ് അനാലിസിസ് ബേസിനെയാണ് നമ്മൾ പാഴ്സിംഗ് എന്ന് പറയുന്നത്. പാഴ്സർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിന്റാക്സ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പം സിന്റാക്സ് എറർ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക, സിന്റാക്സ് എറേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, എറർ റിക്കവറി റുട്ടീൻസ് ഉണ്ട്. ഓക്കെ, എറർ റിക്കവറി റുട്ടീൻസിനെ കോൾ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ ചെയ്യുന്നത്. ഷിഫ്റ്റ് ചെയ്യുന്നു, ഇൻപുട്ട് സിമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, പിന്നെ അതിനെ റെഡ്യൂസ് ചെയ്യുന്നു, പിന്നെ ഇൻപുട്ട് സിമ്പിളിനെ നോക്കിയിട്ട് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യും. അത് ഹാൻഡിലാണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെച്ചിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു, പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, അങ്ങനെ റെഡ്യൂസ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇനി ഇടയ്ക്ക് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അവിടെ സിന്റാക്സ് എറർ വന്നു കഴിഞ്ഞാൽ എറർ റിക്കവറി റൂട്ടീനെ കോൾ ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ എററിനെ ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ ചെയ്യുമെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.